ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് ഓറഞ്ചിൻ്റെ തോട്ടത്തിലാണ്. ഇന്ന് ഞങ്ങൾ ഇവിടെ ലീവാണ്, ഒഴിവാണ്. അപ്പം അങ്ങനെ റൂമിലിരുന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ച് ഇന്ന് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പുറത്ത് പോകാം. അപ്പം അങ്ങനെ നോക്കിയപ്പോൾ ഇവിടെ അടുത്ത് തന്നെ ഒരു ഓറഞ്ചിൻ്റെ തോട്ടം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ 2-3 പേരുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി അന്ന് ഓറഞ്ചിൻ്റെ തോട്ടത്തിൽ പോകാമെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളിങ്ങനെ ഇറങ്ങിയതാണ്. ഇവിടെയും ആപ്പിളിൻ്റെ തോട്ടത്തിൽ പോയ പോലെ തന്നെ കയറുന്നതിന് പൈസയുണ്ട്. നമ്മൾ കയറുമ്പോൾ പൈസ കൊടുത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് എത്ര വേണമെങ്കിലും കഴിക്കാം. പിന്നെ നമുക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അതിന് കിലോന് എത്ര രൂപ എന്ന് വെച്ചിട്ടുണ്ട്. ആ പൈസ കൊടുത്തിട്ട് നമുക്ക് മേടിച്ചുകൊണ്ടും പോവാം. ഇവിടെ സമയമൊന്നുമില്ല, നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ നിൽക്കാം. പിന്നെ കുറേ ആൾക്കാരുണ്ട്, അവരിങ്ങനെ വന്ന് ഇവിടെ ഇരുന്ന് ഓറഞ്ച് പറിച്ച് കഴിച്ച് കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്ത് പോവാൻ വേണ്ടിയിട്ട് വന്നേക്കണം. അതുപോലെ ഞങ്ങൾ വന്നത്. കുറേ ഉണ്ട് കേട്ടോ, കുഞ്ഞ് ചെറിയ ചെറിയ ഓറഞ്ചിൻ്റെ ചെടികളാണ്. അതുമ്പോൾ നിറച്ച് ഓറഞ്ചായി നിൽപ്പുണ്ട് ഉണ്ടോ. നമുക്ക് പറിക്കാൻ എളുപ്പത്തിന് കുഞ്ഞ് ഓറഞ്ചുകളാണ്, എല്ലാം പഴുത്ത് നിൽക്കണേ. ചെറിയ ചെറിയ ഓറഞ്ചുകളാണ്. കണ്ടോ, നമുക്ക് വരുമ്പോൾ തന്നെ അവർ ഒരു ബാസ്ക്കറ്റും ഒരു സിസേഴ്സും തരും, കത്രിക. നമ്മൾ പക്ഷേ ആ കത്രിക വെച്ചിട്ട് വെട്ടിയെടുക്കാൻ പാടുള്ളൂ, ഒന്ന് പറിച്ചെടുക്കരുതെന്ന് അവർ പ്രത്യേകം പറയുകയും ചെയ്യും കേട്ടോ. കത്രിക വെച്ച് മുറിച്ചിട്ട് എടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് വിടുന്നത്. അത് കുറച്ച് ഞങ്ങൾ പറിച്ച് കഴിച്ച് വന്നപ്പോൾ തന്നെ എന്തോരം വേണം കഴിക്കാം കേട്ടോ. ആപ്പിളിൻ്റെ തോട്ടത്തിൽ പോകുമ്പോൾ നമുക്ക് കഴിക്കാനായിട്ട് അങ്ങനെ പറ്റിയില്ല, പക്ഷെ ഓറഞ്ചിൻ്റെ തോട്ടത്തിൽ വരുമ്പോൾ നമുക്ക് എന്തോരം വേണമെങ്കിലും കഴിക്കാം. ഓറഞ്ച് ആപ്പിൾ കഴിക്കണേലും നല്ലതായിട്ട് ഓറഞ്ച് കഴിക്കാൻ പറ്റും കേട്ടോ. പക്ഷെ നമ്മൾ ഇവിടെ തണുപ്പായതുകൊണ്ട് ഓറഞ്ചിന് അത്രയ്ക്ക് അങ്ങ് മധുരമില്ല, ഒരു പുളിയുണ്ട്. തണുപ്പത്ത് ഓറഞ്ച് കഴിക്കുമ്പോൾ ഒരു പുളിയായിരിക്കുമല്ലോ. മധുരമുള്ള ഓറഞ്ചാണ്, പക്ഷെ നമ്മൾ തണുപ്പുള്ളത് കൊണ്ട് പുളിയാണ് അനുഭവപ്പെടുന്നത്. അപ്പം നമ്മൾ കുറേ പറിച്ചിട്ടുണ്ട്, കുറേ കഴിച്ചു. ഇപ്പം നമ്മൾ പോവാണ്. ഈ പറിച്ചതിന് നമ്മളവിടെ പുറത്ത് കൊണ്ടുപോകുമ്പോൾ അവിടെ അന്വേഷിച്ച് ചെല്ലുമ്പോൾ അവർ തൂക്കം നോക്കിയിട്ട് എത്ര രൂപയാന്ന് പറയും. അപ്പോൾ ആ പൈസ കൊടുത്തിട്ട് നമുക്കത് കൊണ്ടുപോകാം. അപ്പോൾ ഇനി അടുത്ത ഏതെങ്കിലും വീഡിയോ കാണുന്നവരെ ബായ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം.